ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഗ്രീൻ പീസ് അല്ലെങ്കിൽ മട്ടർ പുലാവാണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ഒരു പാനിൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ചൂടാക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പൂ, ബിരിയാണി ഇല, പിന്നെ ഏലക്കയും ചേർത്ത് നല്ലൊരു മണം വരുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒരു ലൈറ്റ് കളറാവുന്ന വരെ 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും എരിവനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകണ വരെ 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് വരെ ഇതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് തൊലിച്ചും ഇട്ട് കൊടുക്കുക. അരമണിക്കൂർ കുതിർത്ത് വെച്ച ബാസ്മതി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മെല്ലനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേഗത്തിൽ ഇളക്കാൻ പാടില്ല. വേഗത്തിൽ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അരി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതിനെ അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം നല്ലോണം വറ്റി ചോറ് നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. നല്ലോണം വിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് പുലാവ് ഇവിടെ റെഡിയായി. ഇത് വെജിറ്റബിൾ ഗ്രേവീൻ്റെ കൂടെയോ ചിക്കൻ ഗ്രേവീൻ്റെ കൂടെയോ ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക.